ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴി വളർത്തൽ മേഖലയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ. ആദ്യത്തെ ഭാഗം മിനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഇവിടെ ഒരു ഐ ബട്ടണിൽ വരും, അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിനകത്തുണ്ട്. ഇനി ബാക്കി നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്നവരിൽ 27% മാത്രമേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കി 73% വരുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അവരോടാണ് പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ Q&Aയിലെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നേരത്തെ വന്ന ഐ ബട്ടണിലെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ ഭാഗങ്ങളിലെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാൻ ചോദ്യങ്ങൾ വായിച്ചു തുടങ്ങുകയാണ്. നൂറ മറിയം ആണ് ചോദിച്ചിരിക്കുന്നത്, 3 മാസമായ പിട കരിങ്കോഴിയും 4 മാസമായ പൂവൻ നാടൻ കോഴിയും തമ്മിൽ ക്രോസ് ആകുമോ? പിന്നെ ക്രോസ് ആവുകയാണെങ്കിൽ കരിങ്കോഴി മുട്ടയിടുമോ? അവസാനം പറഞ്ഞൊരിക്കലും സംഭവിക്കില്ല. കാരണം 3 മാസമായ കോഴിയൊന്നും മുട്ടയിടില്ല. ചിലപ്പോൾ 4 മാസമായ പൂവൻ കോഴി ക്രോസ് ആവാനുള്ള സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് കരിങ്കോഴി മുട്ടയിടണമെന്നില്ല. കരിങ്കോഴി മുട്ടയിടണമെങ്കിൽ എങ്ങനെ 5 മാസം കഴിയണം. 5 മാസം ടു 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ സമയം വരണം മുട്ടയിടണമെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തത് ഷിജു ശിവനാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാസമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ പാത്രത്തിൽ തീറ്റ വെച്ച് കൊടുത്താൽ പകുതിയിൽ കൂടുതൽ ചിനക്കി കളയുകയാണ്. വേസ്റ്റ് ആക്കാതിരിക്കാൻ എന്താണ് ഒരു പോംവഴി? നിങ്ങൾ പരന്ന പാത്രത്തിലാണ് തീറ്റ വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഒരു അടച്ച് വെച്ച് വയ്ക്കുന്ന ഒരു തരം പാത്രം നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതായത് ഒരു അടിയിലൊരു വട്ടത്തിലുള്ളൊരു പാത്രം, അതിനകത്ത് വേറൊരു പാത്രം ഇറക്കി വെച്ച് അതിൽ തീറ്റ ഇട്ട് കൊടുക്കുകയും ഈ സൈഡിലൂടെ തീറ്റ പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിൽ തീറ്റ പാത്രങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെയുള്ളത് സുപ്പീസ് വേൾഡ് ചോദിച്ചിരിക്കുന്നു. എൻ്റെ കോഴി അടയിരിക്കുന്നുണ്ട്, കോഴി തീറ്റ തിന്നാനൊന്നും എഴുന്നേറ്റ് വരുന്നില്ല. ഒരു 2 ദിവസം കോഴി അടയിൽ നിന്ന് എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 3-ാമത്തെ ദിവസം നിങ്ങൾ കോഴിയെ എടുത്ത് തീറ്റ ഇട്ട് കൊടുത്ത് തീറ്റിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ 21 ദിവസമൊക്കെ അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അറിയാലോ അവസ്ഥ. അപ്പോൾ തീറ്റ കൊടുക്കുക. ഓക്കെ. പിന്നെ ശരത് കൃഷ്ണ ചോദിച്ചിരിക്കുന്നതാണ്, പൂവൻ കോഴി എത്ര മാസത്തിലാണ് കൂവുക? നാടൻ കോഴികൾ ഒരു തവണ എത്ര മുട്ടയിടും? പൂവൻ കോഴികൾ ഏകദേശം ഒരു 4.5 മാസമൊക്കെ കഴിഞ്ഞാൽ കൂവി തുടങ്ങും. കൂവി തെളിഞ്ഞ് വരാൻ എങ്ങനെ 5 മാസമൊക്കെ എടുക്കും കേട്ടോ. പിന്നെ നാടൻ കോഴികൾ ഒരു തവണ എത്ര മുട്ടയിടും എന്നാണ് ചോദിക്കുന്നത്. ഒരു 14 മുതൽ മുകളിലേക്കുള്ള മുട്ടകളിടും. ഇപ്പോൾ നാടൻ എന്ന് പറഞ്ഞ് ക്രോസ് കോഴികളൊക്കെ വന്ന് 30-40 മുട്ടകളിടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഒരു 14 മുതൽ 20-നകത്തൊക്കെയാണ് നാടൻ കോഴികളുടെ സാധാരണ ഒരു ബാച്ചിൽ മുട്ട ലഭിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജയ്മോൻ അരൂരാണ് കേട്ടോ. നാടൻ കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ വാങ്ങുമ്പോൾ എന്നാണ് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. വലുതായാൽ പോലും ഒറിജിനൽ നാടൻ കോഴി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നാടൻ കോഴി കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ അതങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ. സെറീന ഫർഹാന ചോദിക്കുന്നു, കാക്ക കൊത്തി ചോര വരുന്നു, എന്താ ചെയ്യുക? കാക്ക കൊത്തി ചോര വരുന്നുണ്ടെങ്കിൽ ആ മുറിവിൽ വലിയ കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയ കോഴിയെ കാക്ക കൊത്താൻ സാധ്യതയില്ല, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. നാടൻ മരുന്നുണ്ട്, അട്ടക്കരി എന്ന് പറയുന്നത് നമ്മുടെ അടുപ്പിന് മുകളിലുള്ള കരി, കല്ലുപ്പും പിന്നെ മഞ്ഞളും കൂടെ ചേർത്ത് മുറിവിൽ പുരട്ടി കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ടോപ്പിക്യൂർ എന്ന് പറയുന്നൊരു മരുന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റീന രാജേഷാണ്. കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു, തൂങ്ങി നിൽക്കുന്നു, 10 കുഞ്ഞുങ്ങളുണ്ട്, ഇതിന് എന്തേലും മരുന്ന് പറഞ്ഞു തരുമോ?
റീന രാജേഷ് ഒരു കാര്യം ചെയ്യുക, അതിലെ ഒരു കോഴിക്കുഞ്ഞിനെ എടുത്ത് നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ അസുഖം എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മരുന്ന് തരും, അത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു ലക്ഷണം പറഞ്ഞിട്ട് നമുക്ക് മരുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളാവും. പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞാൽ അതും മറ്റേ കൊറേസ പോലെയുള്ള അസുഖങ്ങളുടെ ഒക്കെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഏതാണ് അസുഖമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ മരുന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കോഴി 4 മാസം പ്രായമുണ്ട്, നല്ല ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് കൊടുക്കാറുള്ളത്, ചോറ് കൊടുക്കാറുണ്ട്. പക്ഷേ കോഴിയെ കണ്ടാൽ 2 മാസം വലിപ്പം മാത്രമേ ഉള്ളൂ. സൈസ് വരാൻ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്? RDX എന്ന് പറയുന്നൊരു ചാനലാണ്. ഞാൻ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം, ആ വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണുക. ഓക്കെ. പിന്നെ ചോദിക്കുന്നത്, ദാസേട്ടാ ഈ എല്ലാ അസീലും അടയിരിക്കുമോ? എക്സാമ്പിൾ ഫാൻസി ബ്രീഡ് അസീലൊക്കെ. അസീൽ ബ്രീഡ് എല്ലാം അടയിരിക്കും എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ താഴെ കമൻറ്റിൽ ഒന്ന് തിരുത്തണം കേട്ടോ. പിന്നെയുള്ള ചോദ്യം ഷെമി സുൽഫിയാണ് ചോദിച്ചിരിക്കുന്നത്. കോഴിയുടെ പുറത്തുള്ള തൂവലെല്ലാം പരസ്പരം കൊത്തി തിന്നുന്നു, ഇപ്പോൾ സ്കിൻ മാത്രമേ ഉള്ളൂ, പുതിയ തൂവൽ വരാൻ എന്ത് ചെയ്യണം? പുതിയ തൂവൽ വരാൻ എന്ത് ചെയ്യണം എന്ന് നോക്കുന്നതിനേക്കാൾ ഉപരി തൂവൽ കൊത്താതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കുക. കാൽസ്യം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുക. പിന്നെ പറ്റുമെങ്കിൽ കോഴികളുടെ കൊക്കിൻ്റെ അഗ്രഭാഗം ഒന്ന് കരിച്ചു കൊടുക്കുകയോ കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് വായിച്ചു നോക്കി. നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സെറിൻ രാജാണ്. ചേട്ടാ, ടർക്കി കുഞ്ഞിൻ്റെ മുഖത്ത് കുരുപ്പ് വരുന്നു, എന്താ പോകാൻ വഴി? കുരുപ്പ് വന്നാൽ നമ്മൾ ചെയ്യേണ്ട റെമഡികളെ കുറിച്ചൊക്കെ 2 വീഡിയോ വിശദമായിട്ട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കാണുക. ലിങ്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിലോ ഒക്കെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കയറി കാണുക കേട്ടോ. പിന്നെ വിശ്വനാഥ് എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്നത്, പൂവൻ കോഴിയില്ലാതെ കോഴി മുട്ടയിടും, അങ്ങനെയുള്ള മുട്ട അട കിടത്തിയാൽ വിരിയുമോ? പൂവൻകോഴി ഇല്ലാതെ കോഴികൾ മുട്ടയിടും, പക്ഷേ ആ മുട്ട വിരിയില്ല. പൂവൻകോഴി ക്രോസായ മുട്ടയാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത്. കൊത്തുമുട്ടകൾ അടവച്ചാൽ മാത്രമേ വിരിയുള്ളൂ. ഓക്കെ. നൂറ മറിയം ചോദിച്ചിരിക്കുന്നത്, 3 ആഴ്ച പ്രായമായ കോഴിക്കുഞ്ഞിന് ഗ്രോവർ കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോവർ കൊടുക്കണമെങ്കിൽ ഒരു 45 ദിവസമെങ്കിലും കഴിയണം, മിനിമം 45 ദിവസമെങ്കിലും കഴിയണം കേട്ടോ. പിന്നെയുള്ളത് അശ്വിനാണ് ചോദിച്ചിരിക്കുന്നത്, കോഴിക്കുട്ടികൾ തമ്മിൽ കൊത്തി മുറിവ് ഉണ്ട്, കോഴിക്കുട്ടികൾ കൊത്താതിരിക്കാൻ എന്താണ് ചെയ്യുക? അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഉത്തരം നൽകിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കൊക്കിൻ്റെ അറ്റം ഒന്ന് കരിച്ചു കൊടുക്കുകയോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അവർ കൊത്തു കൂടുന്നത് തടയാൻ പറ്റും. അതാണ് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം. പിന്നെ ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് സുപ്പി എന്ന് പറയുന്ന ഒരാളാണ്. പൂവൻ കോഴിക്ക് ഫിനിഷർ കൊടുത്താൽ തൂക്കം കൂടുമോ ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ വളർത്താനുള്ള പൂവൻ കോഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷർ കൊടുത്ത് തൂക്കം കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഇറച്ചിക്ക് വേണ്ടി പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫിനിഷർ കൊടുത്ത് തൂക്കം വർദ്ധിപ്പിച്ചിട്ട് കൊടുക്കാം. ഫിനിഷർ കൊടുത്താൽ പൂവൻ കോഴിക്ക് തൂക്കം വർദ്ധിക്കും. ഓക്കെ. പിന്നെ ഉള്ളത് അർഷു ആണ് ചോദിച്ചിരിക്കുന്നത്, കോഴി അടയിരിക്കുന്ന ലക്ഷണം കാണിക്കുന്നു, പക്ഷേ മുട്ട വെച്ചതിൽ നിന്നും എണീറ്റ് പോകുന്നു. ഇത് 6ാം തവണയാണ് അടയിരിക്കുന്നത്, കാരണം എന്താ? അത് ഒരു ഒറിജിനൽ നാടൻ കോഴി ആവാൻ സാധ്യതയില്ല. 6 തവണയൊക്കെ ഇതേപോലെ എണീച്ച് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു മുമ്പെങ്ങാനും ക്രോസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇനത്തിൽപ്പെട്ട കോഴിയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. പിന്നെ ജിനു മംഗലത്ത് ചോദിക്കുന്നു, നാടൻ കോഴികൾ എത്ര നാൾ മുട്ടയിടും? ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളൊരു കോഴിയുണ്ട്, 90 കോഴിയാണ്. ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞു. ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയാണ്. അവിടെയും 2-3 തവണ അട വെച്ച് വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോഴും കുഞ്ഞുങ്ങളെ നന്നായിട്ട് അടയിരുത്തി വളർത്തി വലുതാക്കുന്നു, മുട്ടയിടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ ഇടുമെന്ന് ചോദിച്ചാൽ പിടക്കോഴിയുടെ ആയുസ് തീരുന്നത് വരെ ആ മുട്ട കിട്ടും. നാടൻ കോഴിയിലാണ് കേട്ടോ, നാടൻ കോഴി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.